വി ജോയ് MLA CPM നേതാവ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. വി ജോയ്, ഇതിൽ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ BJP അനുഭാവികൾ കൂടിയായ നമ്മുടെ ആളുകൾ എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആളുകൾ വായ്പ തിരിച്ചടയ്ക്കാത്തതാണ് ഈ പ്രതിസന്ധി കാരണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അവിടെ മാത്രമാണ്. അപ്പോൾ ഈ മരണത്തിന് കാരണം BJP ആണ് എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം BJPക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ വെപ്രാളപ്പെട്ട് ആ ബോഡി ശവസംസ്കരിക്കുന്നതിന് മുമ്പ്, അനിലിന്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് BJP പത്രസമ്മേളനം വിളിച്ചത്. എന്ത് മറയ്ക്കാനാണ്, എന്ത് ഒളിക്കാനാണ് അവരത് വേണ്ടിയിട്ട് അത് ചെയ്തത്? CPMന്റെയും പോലീസിന്റെയും തലയിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടല്ലേ അവർ പരിശ്രമിച്ചത്? ഇത് സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ. BJPക്ക് അറിയാം, BJP അവരെ സഹായിച്ചില്ല. ഈ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് BJPയുടെ ആളുകൾ ലോണായി എടുത്തുകൊണ്ട് പോയത്. വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഇതൊന്നും തിരിച്ചടയ്ക്കുന്നില്ല. ഡെപ്പോസിറ്റർമാർ വരുമ്പോ അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇത് BJPയുടെ ചെറുതു മുതൽ വലിയേറ്റം വരെയുള്ള നേതാക്കന്മാരെ ഈ അനിൽ നടന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, 2 ദിവസം മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പൊ എന്തിനാ വന്ന് കണ്ടത്? 2 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരെ കണ്ടത് ഈ ടെൻഷനിൽ, കുറെ ദിവസമായിട്ട് ഇദ്ദേഹം ടെൻഷനിലായിരുന്നു എന്നാണ് അടുത്തുള്ള ആളുകൾ പറയുന്നത്. ഈ അദ്ദേഹമായിട്ട് അടുത്ത് പരിചയമുള്ള ആളുകൾ പറയുന്നത്. ഈ വിവരം രാജീവ് ചന്ദ്രശേഖറിന് കൈമാറാനും അദ്ദേഹത്തോട് പറയാനുമാണ് ഈ അനില് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പോ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം CPMനെതിരായോ പോലീസിനെതിരായോ ഒരു വരി അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ആളുകൾ എടുത്ത പണം തിരിച്ചടയ്ക്കുന്നില്ല, എന്നെ ആരും അവസാനം സഹായിച്ചില്ല, ഈ വാദഗതികൾ BJPയുടെ മുഖത്താണ് വിരൽ ചൂണ്ടുന്നത്. ഈ അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി BJPയാണ്. അവർ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ആ പാവപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുട്ടികളും ഉണ്ട്. അതിനെ വല്ലാതെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഈ BJP ലീഡർഷിപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ശ്രീ ജോയ്, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് വേണ്ടേ? അതിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അതാണ്. ഈ ലീഡർഷിപ്പ് അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അന്വേഷിക്കണം. അതിന്റെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് നോക്കണം. ആരെയെല്ലാമാണ് അനിൽ കണ്ടതെന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. അവസാനം വന്ന ഫോൺ കോളുകൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കണം. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ അത്യാവശ്യമാണ്. ശരി, നന്ദി ശ്രീ വി ജോയ് ഈ വാർത്തയോട് പ്രതികരിച്ചത്.